എൻ്റെ ആത്മസുഹൃത്ത് ഈ നാദബ്രഹ്മം ഫൗണ്ടേഷൻ്റെ എല്ലാമായ സോമശേഖരൻ, അദ്ദേഹം 2-3 മാസം മുമ്പേ ഇങ്ങനൊരു സംഗതിക്ക് വരണം എന്ന് പറഞ്ഞതാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ദാസേട്ടൻ്റെ പിറന്നാൾ ആയിട്ടുള്ള ഏപ്രിൽ 10-നാണ് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. അത് ജയൻ്റെ മരണം കാരണം മാറ്റി എന്നൊക്കെ ആക്കി. നമ്മൾ വിചാരിക്കാത്തതാണ് പലതും സംഭവിക്കുന്നത്. ഏതായാലും ഒരു ദീർഘമായിട്ടുള്ള പ്രസംഗം ഞാനിവിടെ ഉദ്ദേശിക്കുന്നില്ല. കാരണം സംഗീതം അലതല്ലി നിൽക്കുന്ന വേദികളിൽ അധികം പ്രസംഗിക്കാൻ പാടില്ല. അതങ്ങനെ പ്രസംഗിച്ചാൽ അത് ഒരു ഔചിത്യബോധമില്ലായ്മയാണ് എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. കാരണം സംഗീതം കേൾക്കുക, സംഗീതത്തിലെല്ലാം ഉണ്ട്. അതിന് അനുബന്ധമായിട്ടുള്ളൊരു ചെറിയ ചടങ്ങാണ് പ്രസംഗം, അത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് എന്നെ ഈ പൊന്നാട നൽകി ആദരിച്ചതിന് ഇതിൻ്റെ ബന്ധപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് സോമനോടും എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. തൃശ്ശൂരിനോട് എനിക്ക് പ്രത്യേകിച്ചൊരു കടപ്പാടുണ്ട്, വേറൊന്നുമല്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ, ഒരു 50-52 വർഷങ്ങൾക്ക് മുമ്പ് വടക്കുനാഥ ക്ഷേത്രത്തിലെ ഒരു ഭക്തിഗാനമേള ഞാനും കമുകര പുരുഷോത്തമനും ലീലച്ചേച്ചി, നെയ്യാറ്റിൻകര വാസുദേവൻ, അങ്ങനെ കുറേ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ശ്രീകുമാരൻ നമ്പിയായിരുന്നു. അന്ന് എനിക്ക് പാടാൻ തന്ന പാട്ട് സത്യശിവ സൗന്ദര്യങ്ങൾ എന്ന ഗാനമാണ്. അതിനുശേഷം ലീലച്ചേച്ചി പാടിയിട്ടുള്ള രാധിക കൃഷ്ണ, ഇന്ന് ഞാൻ പാടുന്ന അല്ലെങ്കിൽ ദേവരാജൻ മാസ്റ്റർ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ദർബാരി ഗാനട തന്നെയാണ്. ചെറിയ വ്യത്യാസം അത്രയേ ഉള്ളൂ. ഈ 2 ഗാനങ്ങളാണ് എനിക്ക് പാടാനുള്ള അവസരം തന്നത്. ഈ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ശ്രീകുമാരൻ നമ്പി നേരിട്ട് സ്റ്റേജിലേക്ക് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, എനിക്ക് വളരെ ഇഷ്ടമായി, നല്ല ശബ്ദം. എൻ്റെ മകൻ്റെ പേരും രാജകുമാരൻ തന്നെയാണ്. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഞാനൊരു സിനിമ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിലേക്ക് ഒരു പാട്ട് പാടാൻ വരാൻ പറ്റുമോ എന്നെന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും വരാം, സന്തോഷമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു ടെലഗ്രാം വന്നു. ഫോണൊന്നുമില്ല. മദ്രാസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മദ്രാസിലെത്തി, അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തി. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രമായില്ല, അന്ന് മോഹിനിയാട്ടം എന്നല്ല പേര് സിനിമയുടെ, വിഷു കൈനേട്ടം എന്നാണ്. ദേവരാജൻ മാസ്റ്ററുടെ അടുത്ത് പോവുകയാണ് നമ്മളിപ്പോൾ. കാന്തര നഗറിൽ ദേവരാജൻ മാസ്റ്റർ താമസിക്കുന്ന സ്ഥലത്ത് പോവുകയാണ്. അദ്ദേഹത്തിന് സംഗീതം ബോധ്യപ്പെട്ടാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അഥവാ അദ്ദേഹം പറ്റില്ല എന്ന് പറഞ്ഞാൽ മടങ്ങിപ്പോകാൻ വിഷമമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു വിഷമവും ഇല്ല, തമ്പിച്ചേട്ടൻ വിളിച്ചു വന്നു, അതുപോലെ തന്നെ മടങ്ങി പോകാൻ പറ്റില്ലെങ്കിൽ എന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ടൊരു വൈകുന്നേരം ദേവരാജൻ മാസ്റ്റർ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പം എൻ്റെ അടുത്ത് ജയചന്ദ്രൻ ഇരിക്കുന്നുണ്ട്. ഇന്നത്തെ പോലെയല്ല, ഒന്നിച്ച് പാട്ട് പറഞ്ഞു തരും. അത് കഴിഞ്ഞിട്ട് ഒരു 3, 4, 5 ദിവസം ആ പാട്ട് പഠിച്ച് ഓരോരോ ദിവസവും പഠിച്ചിട്ട് ഒന്നിച്ചിട്ടാണ് റെക്കോർഡിങ്. ഇടയ്ക്കിടയ്ക്ക് ബിറ്റ് ഇതായിട്ട് വായിക്കുകയല്ല. നമ്മൾ എവിടെയെങ്കിലും താളം തിരി ഓടുകയൊക്കെ ചെയ്താൽ ആദ്യം പാടണം. അതുപോലെ തബല വായിക്കുന്ന ആൾക്ക് ഇത്തിരി സ്പീഡ് കൂടുകയോ കുറയുകയോ ചെയ്താൽ ആദ്യം പാടണം. ഇന്നിപ്പോൾ അതിനേക്കാളിലൊക്കെ സൗകര്യങ്ങളുണ്ട്. ശ്രുതി വളരെ പ്രധാനമാണ്. ഇന്നിപ്പോൾ മെലഡൈൻ എന്നുള്ള പറഞ്ഞുള്ള സാധനം കാരണം ശ്രുതി ഇത്തിരി അപകടം വന്നാലും കറക്റ്റ് പിച്ചിലേക്ക് എത്തിക്കാനുള്ള ടെക്നോളജി വർദ്ധിച്ചിട്ടുണ്ട്. അന്ന് അതൊന്നുമില്ല. ഏതായാലും ദേവരാജ് മാസ്റ്ററുടെ അടുത്ത് വന്നു, ഒരു പാട്ട് പാടാൻ പറഞ്ഞു. ചുരുക്കം പറയുകയാണ്, പാട്ട് പാടാൻ പറഞ്ഞു. അപ്പം ഞാൻ പാടിയ പാട്ട് പുഷ്പാഭരണം എന്ന് പറഞ്ഞിട്ടുള്ള ചന്ദ്രകാന്തത്തിലത്തെ ശ്രീകുമാരൻ നമ്പി, MS വിശ്വനാഥൻ കൂട്ടുകെട്ടിലുണ്ടായിട്ടുള്ള പാട്ടാണ്. അത് പാടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വികാരവും ഇല്ലാണ്ട് ഹാർമോണിയം വെച്ച് ഇങ്ങനെ ഇരുന്നു, ഒന്നും പറയുന്നില്ല. അപ്പോൾ തമ്പി എൻ്റെ അടുത്ത് വന്നിട്ട് എന്ത് പറഞ്ഞു, അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൊരു പാട്ട് പാടുമോ, ചക്രവർത്തിനി അറിയോ വെച്ചു. പാടാമെന്ന് പറഞ്ഞു. ചക്രവർത്തിനി പല്ലവി പാടി. അപ്പോഴും ദേവരാജൻ മാസ്റ്റർ ഉണ്ടാതിരുന്നു. പിന്നെ ഒരു നിശബ്ദത, ഒരു 3-4 മിനിറ്റ്. അപ്പോൾ ജയചന്ദ്രനൊക്കെ പറയുന്നുണ്ട്, അസലായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവരാജൻ മാസ്റ്റർ ചോദിച്ചു, ഇയാൾക്ക് സിനിമയിലല്ലാണ്ട് സെമി ക്ലാസിക്കലായിട്ടുള്ള വല്ല ഗാനങ്ങളും പാടാൻ പറ്റുമോ?
അപ്പോൾ ഞാൻ സംഗീത സംവിധാനം ചെയ്ത ആ കാലത്തെ ഒരു ഗാനമുണ്ടായിരുന്നു, നരേന്ദ്രമേനോൻ എന്ന് പറഞ്ഞിട്ടുള്ള കവി രചിച്ച ഒരു ഗാനം. അത് പാടി. ഏതാണ്ട് അതിങ്ങനെയാണ്: ശിശിരരഥത്തിൽ ശിരീഷസുമങ്ങളിൽ ശീതള നീല ദിനാന്തതലങ്ങളിൽ ശ്വേതപദ്മ പരാഗമണിഞ്ഞൻ ദേവിയുണർന്നീ നവരാവുകളിൽ നവരാവുകളിൽ. ഇത് പാടിയപ്പോൾ അപ്പോഴും നന്നോ ഗംഭീരായതൊന്നും പറഞ്ഞില്ല. നാളെ സ്റ്റുഡിയോയിൽ വന്നിട്ട് റെക്കോർഡിസ്റ്റിൻ്റെ അഭിപ്രായം അനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ പാട്ട് പാടി ഉടനെ എന്ത് ചോദിച്ചു, ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം ചെയ്തതല്ലേ അത് ചോദിച്ചു ആര്യ ദേവരാജ മാസ്റ്റർ. അപ്പം ഞാൻ ശുദ്ധഗതിക്ക് എന്ത് പറഞ്ഞു, അല്ല ഞാൻ സംഗീതം ചെയ്തതാണ് പറഞ്ഞു. തമ്പി അതിനെ അപ്പം തന്നെ അതിനെ മാറ്റി അവിടെ തന്നെ. എന്താ ഉണ്ണി പറഞ്ഞത്, ആരാ സംഗീതം ചെയ്തതാണെന്ന് ചോദിച്ചു, ആരാ പാടിയതെന്നല്ല മാഷേ, ഇത് ദക്ഷിണാമൂർത്തി സ്വാമി ചെയ്തതാണ് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നി ഞാൻ ചെയ്തത് എന്താവും അതിൻ്റെ. കാറിൽ വരുമ്പോൾ തമ്പി പറഞ്ഞു, സിനിമയെ പറ്റിയിട്ട് ഉണ്ണിക്ക് അറിയില്ല, ഈ ലോകം വളരെ ഭയങ്കരമാണ്. ഇത് അദ്ദേഹത്തിന് ഈ പാട്ട് ഇഷ്ടമായിരുന്നു, സംഗീത സംവിധാനം ചെയ്ത് ഇഷ്ടമായിരുന്നു. ഇത് ഉണ്ണി തന്നെയാണ് ചെയ്തത് പറഞ്ഞാൽ ഒരു പക്ഷേ ഈ ഒറ്റ കാരണം വെച്ച് ചിലപ്പോൾ വേണ്ടാന്ന് വെച്ചേക്കാം. അങ്ങനത്തെ ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡാണത്, എനിക്കറിയാതെ. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ എനിക്കറിയില്ലല്ലോ എന്നും പറഞ്ഞു. പിറ്റേ ദിവസം റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ പോയി പാട്ട് പാടി. ഇതേ പാട്ട് പാടിയിട്ട് അവസാനിക്കുന്നതിന് മുമ്പേ റെക്കോർഡിസ്റ്റ് പറഞ്ഞു, വളരെ സ്യൂട്ടബിളാണ്, മൈക്രോഫോണിക്കാണ് വോയിസ് എന്ന് പറഞ്ഞു. തമ്പി പറഞ്ഞു, അപ്പം എന്നാൽ എടുക്കാലോ അല്ലേ സാർ. അങ്ങനെയാണ് എനിക്കിതിൽ പാടാനുള്ള അവസരം കിട്ടിയത്. പിന്നെ ദേവരാജ മാസ്റ്റർക്ക് വലിയ ഇഷ്ടമായി. ക്ലാസിക്കൽ മ്യൂസിക് ഉണ്ടല്ലോ അദ്ദേഹം പറഞ്ഞെന്ന്. പക്ഷെ എന്താ അറിയുമോ, അദ്ദേഹം പറഞ്ഞെന്ന് അതേ ഡിറ്റോ പാടണം. അപ്പോൾ എന്നോട് പറഞ്ഞു, 2.5 കട്ട ശ്രുതിക്ക് പാടാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, 1.5 കട്ടയ്ക്കൊക്കെയാണ് ആ കാലത്ത് പാടാറുള്ളൂ, 2.5ക്ക് എനിക്ക് പറ്റുമോ അറിയില്ല ചോദിച്ചു. 2.5ക്ക് പാടിയേ തീരുമോ, അതൊന്നും ഒട്ടും വിട്ടുവീഴ്ചയില്ല. എനിക്ക് പേടിയായി, കാരണം ശബ്ദം മുകളിലും താഴെ എത്തിയില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. എന്തിനും ദൈവത്തിനെ വിചാരിച്ച് പാടി. അങ്ങനെയാണ് ഇതിരിക്കുക. അപ്പോൾ ഞാൻ അതെനിക്ക് പറയല്ല, തൃശ്ശൂർ ആയിരുന്ന് എനിക്ക് പിന്നണി ഗാനം പാടാനുള്ള അവസരത്തിൻ്റെ തുടക്കമുണ്ടായത്. അപ്പോൾ തൃശ്ശൂരിനോട് എനിക്ക് വല്ലാത്തൊരു കടപ്പാടുണ്ട്, എന്നൊരു ഇവിടുത്തെ സഹൃദയരോടും സംഗീതജ്ഞരോടും. ഇന്ന് ഇവിടെ 2 പ്രതിഭകളെ കുറിച്ച് പറയുകയാണ്. ഒന്ന് നമ്മുടെ സാക്ഷാൽ ദാസേട്ടൻ, രണ്ടാമത് ഈയിടെ നമ്മളെല്ലാം ദുഃഖത്തിലാക്കിയ സംഗീതജ്ഞൻ ഭാവഗായകൻ ജയചന്ദ്രൻ. ഇവരെ രണ്ടാളെക്കുറിച്ച് വിസ്തരിച്ച് പറയാനുള്ള സമയമില്ല, പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ ഇരിക്കുന്ന എല്ലാവർക്കും ചിലപ്പോൾ എന്നെക്കാട്ടിലും ഈ 2 കൂട്ടരുടെ സംഗീതത്തിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ദേവരാജ മാസ്റ്റർ എപ്പോഴും യേശുദാസിനെ പാട്ടിനെ പറ്റി പറയാറുണ്ട്. യേശുവിൻ്റെ പാട്ടിന് പ്രത്യേകത എന്താ വെച്ചാൽ ഭാവം. ജയൻ്റെ പാട്ടിനും അതുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ എന്നിട്ട് ഞങ്ങളോട് ചോദിക്കും, സംഗീതത്തിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഘടകം ഏതാണ് ചോദിച്ചു. അപ്പോൾ ഞാൻ അറിയാണ്ടെന്ന് പറഞ്ഞു, ശബ്ദ സൗകുമാര്യം, ശബ്ദ മാധുര്യം അല്ല. ദേവരാജ മാസ്റ്റർ പറഞ്ഞു, ആദ്യം ഞാൻ മാർക്ക് കൊടുക്കുക ഭാവത്തിനാണ്. ഒരു പാട്ട് പാടുമ്പോൾ ആ ഭാവം ആ ഗാനത്തിൽ എങ്ങനെ വന്നിട്ടുണ്ട് പാടണേൽ ഒന്ന്. രണ്ടാമത് ഡിക്ഷൻ, അക്ഷരശുദ്ധി, വളരെ പെറുക്കിയെടുത്ത പോലെ അക്ഷരങ്ങൾ കിട്ടണം. മൂന്നാമത്തെയാണ് വരുന്നുള്ളൂ ശാരീരം. അപ്പോൾ ഭാവം, അക്ഷരശുദ്ധി, ഡിക്ഷൻ, ശാരീരം, ഈ 3 ഇങ്ങനെയാണ് ഞാൻ പോകാറുള്ളത് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിനെ വേറെയാണ്. അങ്ങനെ യേശുദാസിനെ കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നിരവധി ഗാനങ്ങൾ, ഏത് ടൈപ്പ് ഗാനങ്ങൾ വേണമെങ്കിലും പാടാറുണ്ട്. ഞാൻ ഈയിടെ അടുത്ത ദിവസം കൂടി ഒരു 3-4 മാസം മുമ്പേ വിളിച്ചു. ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ വിളിക്കും. അദ്ദേഹം ഡള്ളാസിലാണ്. അപ്പോൾ അദ്ദേഹം ഈ അടുത്ത കാലത്ത് വിളിച്ചപ്പോൾ എന്നും അദ്ദേഹം അവരുടെ രാഗങ്ങൾ പഠിക്കുകയാണ്. അതാണ് ഈ 85 വയസ്സിലും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ചില ദിവസം എന്നെ ഇങ്ങോട്ട് ചിലപ്പോൾ വിളിക്കും. എന്താ വെച്ചപ്പോൾ, ഇന്ന് ഞാനൊരു പുതിയ രാഗമല്ല, അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ. അപ്പോൾ ഉണ്ണിയെ ഒന്ന് കേൾപ്പിച്ചളയാന്ന് പറഞ്ഞിട്ടാണ്.
എന്താ ചോദിച്ചപ്പോൾ രാംകലി എന്ന് പറഞ്ഞിട്ടുള്ള രാഗമാണ്. അത് കേട്ടിട്ടുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. ഹിന്ദുസ്ഥാനി രാഗമാണ് രാംകലി. ഇത് ഭൈരവ് താട്ട്, ഭൈരവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മായാമള കൂട, അതിന് കറസ്പോണ്ടിങ് ആണ് ഭൈരവ്. ഇതിലാണ് വരണത് എന്ന് പറഞ്ഞിട്ട് ആ രാഗത്തിൻ്റെ സമയക്കുറവോട് ഞാനൊന്നും പാടിത്തരുന്നില്ല. അതിൻ്റെ ഭാവങ്ങൾ കാണിച്ച് അതിലത്തെ കോമ്പോസിഷൻസ് ഇതെല്ലാം വിസ്തരിച്ച് പാടിത്തന്നു. എന്നിട്ട് പറഞ്ഞു ഈ മൊബൈലിൽ വീഡിയോ ഉണ്ടെങ്കിൽ അതൊന്ന് വീഡിയോ ആക്കൂ. അതെന്തിനാണ് ചോദിച്ചു. ഒരു കാര്യം കാണിച്ചു തരാനാണ് പറഞ്ഞു. ഞാൻ വീഡിയോ എടുത്തു. നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അലമാര കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. സംഗീതം പുസ്തകങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ആ വലിയ അലമാര, ഒരു 3-4 അലമാരകളുടെ ആ റൂമിൽ. അതിൽ ഓരോന്നിനെയും വിശിഷ്ട രംഗരാമാനുജയ്യങ്കാർ മുതൽക്ക് എല്ലാ കമ്പോസേഴ്സിൻ്റെ കീർത്തനങ്ങളും അടങ്ങിയിട്ടുള്ള വലിയ ഗ്രന്ഥശേഖരമാണ്. കുറേ തിയറി ഉള്ള പുസ്തകങ്ങളുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു രാവിലെ അയച്ചാൽ ഞാനിത് ഏതെങ്കിലും ഒരു പുസ്തകം എടുത്തിട്ട് കുറച്ച് പഠിക്കും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേറെ സമയത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു ഇപ്പം ഞാൻ ചെയ്യുന്നത് വേറൊന്നുമല്ല, തെലുങ്ക് ഭാഷ നമുക്ക് അത്ര അറിയില്ല, അപ്പോൾ അതിൽ തെറ്റ് വരുന്നുണ്ട്. നമ്മൾ ഉച്ചരിക്കുമ്പോൾ തെലുങ്ക് ഭാഷ അറിയാത്തതുകൊണ്ട് അതിലൊരുപാട് തെറ്റ് വരുന്നുണ്ട്. അത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തെലുങ്ക് ഞാൻ പഠിച്ച് തെലുങ്കിലത്തെ കീർത്തനത്തിൻ്റെ വേർഡ് ബൈ വേർഡായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 500-600 കീർത്തനങ്ങളുണ്ട്. പക്ഷേ ഞാനിപ്പോൾ 70-80 ആയിട്ടുള്ളൂ. ക്രമേണ അത് പൂർത്തീകരിക്കണം എന്നാണ് മോഹം. എന്നാൽ അക്ഷരശുദ്ധിയോട് കൂടി, ഉച്ചാരണ ശുദ്ധിയോട് കൂടിയിട്ട്, അർത്ഥശുദ്ധിയോട് കൂടിയിട്ട് നമുക്ക് എല്ലാവർക്കും പാടാൻ സാധിക്കുന്നു പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനൊരു ചോദ്യം എന്ത് ചോദിച്ചു, ദാസേട്ടനോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. സിനിമയിൽ ഇത്രയും അധികം പാടിയിട്ട് ദാസേട്ടൻ അതുകൊണ്ട് എന്ത് ബെനിഫിറ്റാണ് കിട്ടിയത്? കാശിൻ്റെ അല്ല ഞാൻ പറഞ്ഞത്, പൈസ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്, അതല്ല, വേറെ എന്ത് ബെനിഫിറ്റാണ് കിട്ടിയിട്ടുള്ളത്? അതായത് ദാസേട്ടൻ്റെ സംഗീതത്തിന് ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടുണ്ടല്ലോ, ഇതിന് സിനിമയിൽ ഗാനങ്ങൾ പാടിയിട്ട് അതെങ്ങനെ സഹായകമായി എന്ന് ചോദിച്ചു. അപ്പോൾ ദാസേട്ടൻ പറഞ്ഞു സഹായകമാവുക എന്ന് പറഞ്ഞാൽ സഹായകമായിട്ടുണ്ട്. കാരണം ഇപ്പോൾ രവീന്ദ്ര ജെയിൻ, ഖയാം, ഇവിടെ MS വിശ്വനാഥൻ സാറ്, ദക്ഷിണാമൂർത്തി സ്വാമി, അർജുനൻ മാസ്റ്റർ, ദേവരാജൻ മാസ്റ്റർ, ബാബുരാജ്, അങ്ങനെ കുറേ ആൾക്കാർ മ്യൂസിക് കമ്പോസേഴ്സ് ഉണ്ട്. ഇവരൊക്കെ പാടിത്തരുമ്പോൾ നമ്മൾ ഡിറ്റോ അതുപോലെ പാടണം. വേണ്ടേ ചോദിച്ചതിനോട് വേണം. അല്ലാണ്ട് ഇന്ന ഭാഗത്ത് അതുവരെ ഞാൻ പാടാം, അവിടുത്തെ കുറച്ച് ഭാഗം എൻ്റെ തൊണ്ടയിൽ വരില്ല എന്ന് പറഞ്ഞാൽ എന്നെ അവർ തള്ളില്ലേ, പാടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ പാടുന്ന അതേ എന്താ പറയണ്ടേ രീതിയിൽ തെറ്റാതെ പാടാൻ സാധിക്കണം. ചിലപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ നോട്ട്സ് എന്നൊക്കെ വേരിയേഷൻ ചെയ്ത് പോയിട്ടിരിക്കും ഭാവത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് എനിക്ക് നല്ല ട്രെയിനിങ് ആയിരുന്നു. വീട്ടിൽ പോയിട്ട് ഇരുന്ന് പഠിച്ച് ആ ന്യൂയാൻസസ് അതുപോലെ വരണം. അത് വലിയൊരു മെച്ചമായിട്ടുണ്ട്. പലതരം സിനിമാ പാട്ടുകൾ പാടുമ്പോൾ എൻ്റെ കർണാടക സംഗീതത്തിനും എൻ്റെ മൊത്തത്തിലുള്ള സംഗീതത്തിനും അത് വളരെയധികം ഉപയോഗപ്രദമായിട്ടുണ്ട്. ഇതിൽ നിന്ന് കിട്ടിയത് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞാനത് പറയാൻ കാരണം എന്താ അറിയോ, ഇവിടെ സംഗീതത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു സംഘടനയാണ് നാദബ്രഹ്മം. മാത്രമല്ല അതിലുപരി സാധാരണക്കാർ, വേദന അനുഭവിക്കുന്ന ആൾക്കാർക്ക്, കഷ്ടതകൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അവരെ പിടിച്ച് കൈ ഉയർത്തിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വലിയ സംഘടന കൂടിയാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പ്രത്യേകം ഒരു അപ്രീഷിയേഷൻ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. സംഗീതം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ സാധാരണക്കാരൻ്റെ വേദനകൾ അകറ്റും. സാധാരണക്കാരന് ഒരുപാട് വേദനകളുണ്ട്. ആ വേദനകളെ വേറൊരു തരത്തിലേക്ക് ആക്കിയിട്ട് അതിനെ കുറച്ച് മധുരം കൊടുക്കുക, അതിന് താൽക്കാലികമായിട്ടത് ഇല്ലാണ്ടാവുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ കർണാടക സംഗീതം നമ്മുടെ എല്ലാ ബേസിസാണ്, അടിസ്ഥാനപരമായിട്ട് സംഗീതമാണ്. കർണാടക സംഗീതം എങ്ങനെ പേര് വന്നെന്നുള്ളത് ഒരിക്കലും ഞാൻ ഇതുപോലെ തന്നെ ബാലമുരളി കൃഷ്ണയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ കാലത്ത് കോൺവെർസേഷൻ ചെയ്യാറുണ്ട് ഫോണിൽ കൂടെ. അപ്പോൾ അദ്ദേഹം രാഗങ്ങളൊക്കെ പറഞ്ഞു തരും, മദ്രാസിൽ നിന്ന് ഫോണിൽ കൂടെ പറഞ്ഞു തരും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചു കർണാടക സംഗീതം എന്ന് പറഞ്ഞിട്ടുള്ളത് കർണാടകത്തിൽ നിന്ന് ഉണ്ടായതായതുകൊണ്ടാണോ കർണാടക സംഗീതം എന്ന് പറയണത്? പുരന്ദരദാസരൊക്കെ ഇതിൻ്റെ ആദ്യ കവികളായിരുന്നല്ലോ. അപ്പോൾ ബാലമുരളി കൃഷ്ണ പറഞ്ഞു ഡെഫിനറ്റ്ലി നോ, അതല്ല ഇതിനർത്ഥം. കർണേഷു അട ഇതി കർണാടക, കർണേഷു അട ഇതി
കർണാടക. അതായത് ദാറ്റ് വിച്ച് പ്ലീസസ് ദ ഇയർ, ചെവിക്ക് മാധുര്യം തരുന്ന, സന്തോഷം തരുന്ന ഏതോ അതൊക്കെ കർണാടക സംഗീതമാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മളിന്ന് പാടുന്ന, ട്രഡീഷണലായിട്ട് പാടുന്ന കർണാടക സംഗീതം മാത്രമല്ല കർണാടകം. ഒരു ഫോക്ക് സോങ് നമുക്ക് അത്രയും മധുരമായിട്ട് നമ്മുടെ കാതുകളിൽ വന്ന് പതിക്കുന്നു വെച്ചാൽ അതിനെയും കർണാടക സംഗീതം എന്ന് വിളിക്കണേന് ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഈ സംശയം ദാസേട്ടനോടും ചോദിച്ചു. ബാലമുരളീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു, അയ്യോ അദ്ദേഹം പറഞ്ഞതിൽ വളരെ വാസ്തവമാണത്, അതാണ് വാസ്തവം എന്ന് പറയും. അപ്പോൾ ഏതായാലും ഞാൻ ഇനി കൂടുതൽ പറയുന്നിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരു പാട്ട് പാടണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പിന്നെ ബഹുമാന്യനായിട്ടുള്ള ശ്രീ പത്മനാഭൻ അദ്ദേഹത്തിനെ ആദരിക്കുന്ന ഒരു ചടങ്ങിന് പങ്കെടുക്കാൻ സാധിച്ചത് എനിക്ക് വലിയ സന്തോഷമായി. അദ്ദേഹമായിട്ടുള്ള പരിചയം ഒരുപാട് വർഷങ്ങളുടെ മുമ്പെയാണ്, കുറേ കാലമായി കാണാറില്ലായിരുന്നു. പിന്നെ ശ്രീ ബാലമുരളി ഇരിക്കുന്നത്, അദ്ദേഹമായിട്ടുള്ള ബന്ധവും വർഷങ്ങളുടെ പഴക്കമുള്ളതാണ്. ഏതായാലും ഈ മഹാന്മാരായിട്ടുള്ള ആൾക്കാരുടെ ഒപ്പം, അതുപോലെ കൊങ്ങശ്ശേരി എൻ്റെ ശിഷ്യനും കൂടിയാണ് ഹരിദാസ്, അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരം റിലീസ് ചെയ്യാണ്. അതിലൊരു 4 വരി പാടുന്ന പറഞ്ഞു എഴുതി തന്നിട്ടുണ്ട്. അത് ഞാൻ അതിൻ്റെ ഒപ്പം 4 വരി പാടാം. വലിയ പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമല്ല, എനിക്കറിയാവുന്ന പോലെ പാടാം. ഏതായാലും ഇത്രയും നിറഞ്ഞ സദസ്സ് ഈ പരിപാടി ആസ്വദിക്കാൻ ഇവിടെ എത്തിയാൽ സംഗീതത്തിനെ നിങ്ങളെല്ലാം എത്രയധികം മനസ്സിൽ കൊണ്ടു നടക്കുന്നു എന്നുള്ളതിന് ഉത്തമമായിട്ടുള്ള ദൃഷ്ടാന്തമാണ്. ഈ വലിയ പരിപാടിയിൽ എനിക്ക് പങ്കുകൊള്ളാൻ സാധിച്ചത് ദൈവാനുഗ്രഹം മാത്രമാണെന്ന് വിചാരിക്കുകയാണ്. ഈ സംഘടനയ്ക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാ നന്മകളും ജഗദീശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഫങ്ഷൻ ഇത് ഞാൻ ഔപചാരികമായി നിങ്ങളെല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി.